കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്നേ രേവതി വളരെ സങ്കടത്തോടു കൂടി അടുക്കളയിൽ ചായയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ അച്ഛനോട് പറഞ്ഞത് ഞാൻ ശരത്തിന്റെ കൈ ഒടിച്ചെന്നുള്ള കാര്യം? നിനക്ക് അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന രേവതി എന്ന് ചോദിക്കുക. നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരെ, നീ എന്തിനാ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും പറഞ്ഞെന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് എന്റെ വിഷമങ്ങളും വേദനകളും പറയാനായിട്ട് ഇവിടെ അച്ഛനേ ഉള്ളൂ. അച്ഛൻ എന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞെന്ന് പറയാം. അല്ല, നിനക്ക് വേണമെങ്കിൽ നിനക്ക് നിന്റെ അമ്മയോട് പറഞ്ഞാൽ പോരെ നിൽക്കും. അമ്മയോട് പറഞ്ഞിട്ട് ആ വേദനയും കൂടെ ഞാൻ സഹിക്കണം. അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് എത്രമാത്രം വിഷമമെന്നറിയാലോ. എന്റെ വിഷമങ്ങളും വേദനയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒന്നുകൂടെ വിഷമം കൂടുള്ളൂ. അല്ലേ തന്നെ ശരത്തിന്റെ കൈ ഒടിച്ചത് സച്ചേട്ടനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മയ്ക്ക് എത്രമാത്രം വേദനയാണെന്നറിയാവോ. ഒരു പക്ഷേങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ആരുടെയും തുറന്നു പറയാനായിട്ട് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു പറയാം. ഓ, ഇപ്പൊ അതാണോ നിന്റെ കുഴപ്പം? ഇവിടെ അച്ഛനോട് പറഞ്ഞപ്പോ നിനക്ക് സമാധാനം കിട്ടിയില്ലോ അല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ എനിക്ക് ഇല്ലാത്തോണ്ടല്ലേ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞേനം. എൻ്റെ അച്ഛൻ ഇതുപോലെ തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ വേദനകളും വിഷമങ്ങളും എല്ലാം പറയായിരുന്നു. എത്ര സന്തോഷത്തോടു കൂട്ടാ ഞങ്ങൾ കഴിഞ്ഞിരുന്നെന്നറിയാവോ. പണത്തിന് മാത്രമേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറൊന്നിനും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ശരത്തിന്റെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മയും അനിയത്തിയും ഒക്കെ എത്രമാത്രം വിഷമിക്കുന്നതാണെന്നറിയാം. അത് സച്ചേട്ടൻ കാണണം. എന്നാൽ സച്ചേട്ടൻ എങ്ങനെ തോന്നി അവന്റെ കൈ ഇങ്ങനെ തിരിച്ചൊടിക്കാനായിട്ട്? സച്ചിക്ക് പറയണമെന്നുണ്ടായിരുന്നു അവൻ ചെയ്ത കൊള്ളരുതായ്മ എന്താന്ന്. ആന്റണിയോടൊപ്പം ചേർന്നിട്ട് അവനിപ്പൊ പല പണിക്കും പോകുന്നുണ്ടെന്ന്. അത് പക്ഷെ രേവതിയോട് പറഞ്ഞാല് രേവതിയുടെ മനസ്സ് വേദനിക്കുമല്ലോ എന്ന് കരുതി സച്ചി മിണ്ടാനായിട്ട് പോയില്ല. സച്ചിക്കറിയാം അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്കും വേദനയാവും. ആ സങ്കടം സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്കൊന്നും പറയണ്ടെന്ന് വെച്ചു. പിന്നീട് സച്ചി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാ. രേവതിക്ക് സങ്കടമായിപ്പോയി. രേവതിക്ക് മനസ്സിലായി ഇനിയിപ്പൊ താൻ എന്ത് പറഞ്ഞാലും സച്ചിയേട്ടൻ അനുസരിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അച്ഛൻ പോയി ശരത്തിനോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ സച്ചിയേട്ടൻ സമ്മതിച്ചില്ല. സച്ചിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനെന്നുള്ള രീതിയിലായിരിക്കണേ. അങ്ങനെയുള്ള മനുഷ്യരോട് താൻ പിന്നെ എന്തു പോയി പറയാനാ? പറഞ്ഞിട്ടും വലിയ പ്രയോജനം ഒന്നുമില്ലെന്ന് രേവതിക്ക് മനസ്സിലായി. ആ സമയം സച്ചിയും മഹേഷും ഒക്കെ കാർ ഓടിക്കുന്ന ആ ഷെഡിലേക്ക്, കാറൊക്കെ കൊണ്ടിരുന്ന ആ ഷെഡിലേക്ക് ആന്റണി വരുവാണ്. അപ്പൊ ആന്റണിയുടെ കയ്യിൽ നിന്നാണ് എല്ലാരും പൈസയൊക്കെ മേടിച്ചിരിക്കുന്നത്. സിസിക്ക് പൈസ മേടിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ആന്റണി അങ്ങോട്ട് വന്ന് ഇന്ന് കഴിയുമ്പോഴത്തേനും മഹേഷ് ഓടിച്ചെന്ന് ചോദിച്ചു, അല്ല സിസി എല്ലാരും കൊണ്ട് തന്നായിരുന്നല്ലോ, പലിശയൊക്കെ തീർന്ന് അടച്ചാണല്ലോ, പിന്നെ എന്ത് പറ്റി ആന്റണി ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര നാളെ നിങ്ങൾ പലിശയല്ലേ തന്നോണ്ടിരുന്നേ, ഇനി എനിക്ക് പലിശയും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് എന്റെ മുതല് വേണമെന്ന് പറയണം. മുതല് വേണോ? അപ്പൊ തന്നെ ഒരുത്തം വന്നിട്ട് ചോദിച്ചു, മുതല് വേണം ഇത്ര പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യും ആന്റണി? കൃത്യമായിട്ട് ഞങ്ങൾ പലിശയൊക്കെ തന്നോണ്ടിരിക്കുന്നതല്ലേ. പലിശയൊക്കെ തന്നോണ്ടിരിക്കുന്ന. പക്ഷേങ്കിലേ ഇന്നലെ ഇവിടെ എന്നെയിട്ട് ആ സച്ചി അടിച്ചു കഴിഞ്ഞപ്പോ ഒറ്റ ഒരുത്തിന് അനങ്ങിയില്ലോ. എല്ലാരും നോക്കി ഇളിച്ചോണ്ട് നിൽക്കുകയല്ലേ ചെയ്തേ. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു. ദേ പൈസ എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതെങ്ങനെ പെട്ടെന്ന് തരാൻ പറ്റും? പെട്ടെന്ന് വന്ന് പറഞ്ഞു ഞങ്ങൾ ഇത് എവിടെ നിന്ന് എടുത്ത് തരാനെന്ന് ചോദിക്കും. മഹേഷ് എന്നിട്ട് പറഞ്ഞു, ആന്റണി നീ ഈ ചെയ്ത കൊള്ളരുതാമയാണ്. സീസിയെ കൃത്യസമയത്ത് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന. പക്ഷെ അതിന്റെ പേരില് ഇനിയിപ്പം ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കാണ്ട് വരില്ല. അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു കൂട്ടുന്ന എങ്ങനെ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് അത്രയും പൈസ ഉണ്ടാക്കി തരാൻ പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. 3 ദിവസം തരും. ആ 3 ദിവസത്തിനുള്ളില് എനിക്ക് എന്റെ പൈസ ഫുള്ള് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു പറയാം. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമായി. അങ്ങനെ ഭീഷണിപ്പെടുത്തിയുടെ ആന്റണി അങ്ങോട്ട് പോവാണ്. ആന്റണി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തൻ പറഞ്ഞു, അല്ലല്ലോ ആ സച്ചിക്ക് എന്തിന്റെ കേടായിരുന്നു? ആന്റണി അന്ന് പൈസ പിടിക്കാൻ വന്ന സമയത്ത് അവനെ പിടിച്ചിട്ട് ഇരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇത് കേട്ട മഹേഷ് പറഞ്ഞു, ഇങ്ങനെ പറയല്ലേ, സച്ചി നമ്മളോടൊപ്പം എന്നും നിന്നിട്ടുള്ളൂ. അവന്റെ ഒരു ആപത്ത് നീയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോ നമ്മളെല്ലാരും സച്ചിക്കെതിരെ തിരിയുവാണോ ചെയ്യണ്ടേ? അവൻ ചെയ്തൊരു നല്ല കാര്യമല്ലേ ചെയ്തേ. ഇവിടെ വന്ന് പൈസ ചോദിച്ചാൽ അവൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ. അതൊക്കെ സച്ചിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങളെല്ലാവരും സച്ചിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക. അതെ, ഈ വണ്ടി ഓടിച്ച ഞങ്ങളുടെ കുടുംബം പുലരുന്നേ. ഈ വണ്ടിയും കൂടെ അയാൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയല്ല ഞങ്ങള്. മഹേഷിന് ഇതൊക്കെ പറയാം എന്ന് പറയാം. മഹേഷ് എന്ത് ചെയ്യാൻ പറ്റും? മഹേഷ് പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയില്ല. സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് വിഷമാവും. അവന് ഫ്രണ്ട്സ് എന്ന് വെച്ച ജീവനാണ്. ഇപ്പൊ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിഷമാവും എന്ന് പറയാം. പിന്നീട് ശ്രീകാന്ത് രാവിലെ റെസ്റ്റോറന്റിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ ശ്രുതി വന്നിട്ട് ചെയ്തെന്താ നേരത്തെ? അതെ, ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയണം. ആഹാ കൊള്ളാലോ, ആരുടെ? ഞാനും വരട്ടെ എന്ന് ചോദിക്കാം. കുറെ നാളായി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട്. അതെ, ഇതവിടെ
ഞങ്ങളുടെ ആരുടെ അല്ല, റെസ്റ്റോറന്റ് ബുക്ക് ചെയ്തേക്കുന്ന. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയും. ഓ അങ്ങനെ. അല്ല, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ് ശ്രീകാന്തനോട് വർഷ. ഇന്നത്തെ ദിവസം എന്താ, മൺഡേ അല്ലേന്ന് ചോദിക്കും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് എന്താ പ്രത്യേകത? ഞാൻ നോക്കിയിട്ട് പ്രത്യേകത കാണുന്നില്ലെന്ന് പറയാം. ഒരു പ്രത്യേകത ഇല്ല. ഇല്ലാന്നേ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാന്ന് പറയാണ്. വെഡിങ് ആനിവേഴ്സറിയോ? അതെങ്ങനെ ശരിയാവും? കല്യാണം കഴിച്ചിട്ട് 3-4 മാസം കഴിയുമ്പോ തന്നെ വെഡിങ് ആനിവേഴ്സറിയോ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ വർഷേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ വർഷ പറഞ്ഞു, അതെ, എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. പിന്നെയോ, നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസം എന്ന് പറയാണ്. ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസം? അതെ, അന്നത്തെ ദിവസം ഒരു അമ്മേനെ ഇടിച്ചിട്ടിട്ട്, സ്കൂട്ടിയിൽ ഇടിച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോ എന്റെ പുറകെ ശ്രീകാന്ത് വന്നില്ലേ, എന്നെ പിടിച്ചു നിർത്തിയില്ലേ, നമ്മൾ രണ്ടും കൂടെ വഴക്കുണ്ടാക്കില്ലേ, ആ ദിവസം എന്നെന്ന് പറയണം. അയ്യോ, അതെന്നായിരുന്നു എന്നൊക്കെ ആർത്തോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ശ്രീകാന്ത്. ഓഹോ, അപ്പൊ നീ അത് മറന്നുപോയല്ലേ എന്ന് ചോദിക്കാ. അത് പിന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായടാ, നിനക്ക് എന്നോട് ഇത്ര സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ആ കാര്യം ഓർത്തു വെച്ചേനം. ഓർത്തു വെച്ചിട്ട് അത് പറഞ്ഞേനം, എന്നെ വിഷ് ചെയ്യുകയും ചെയ്തേനം. നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ ദിവസമൊക്കെ ആരും മറന്നു പോകത്തില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, ഇതൊക്കെ ആർക്കെങ്കിലും ഇപ്പൊ ഓർത്തു വെക്കാൻ പറ്റുമോ? ഇങ്ങനെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുന്നതോറും എത്രയൊക്കെ സംഭവവാസങ്ങൾ നടക്കാനിരിക്കുന്നു, അതെല്ലാം നമ്മൾ ഓർത്തു വെക്കുമെന്ന് ചോദിക്കാം. ഇതങ്ങനെയല്ലോ ശ്രീകാന്തേ, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ച ഒരു ആക്സിഡന്റ് അല്ലേ, നമ്മൾ ആ തീയതിയും ഡേറ്റും ഒക്കെ കുറിച്ച് വെക്കണ്ടേന്ന് ചോദിക്കും. പിന്നെ കുറിച്ച് വെച്ച് പോലും ഇന്നലെ നടന്ന സംഭവം പോലെ എന്റെ മനസ്സിൽ എത്തില്ല. പിന്നെയാണ് പണ്ടെങ്ങോ നടന്ന സംഭവം എന്ന് പറയാം. ഓഹോ, അങ്ങനെയാണല്ലേ, അന്ന് നീ കാണിച്ചുതരാം. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരും ഓർത്തു വെക്കില്ലെന്ന് പറയണം. എന്നാ ശരി, നമുക്കത് ഓർത്തു വെക്കൂലെ, നമുക്കറിയാന്ന് പറയണം. പിന്നീട് നേരെ ചെല്ലുന്നേ, നീ വാന്ന് പറഞ്ഞ ശ്രീകാന്തിന്റെ കയ്യെ പിടിച്ച് രവീന്ദ്രന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. എന്താണ് കാര്യം ചോദിക്കാണ്. പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പത്തേനും വർഷം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അച്ഛാന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീകാന്ത്, നീ എന്താ പറയാൻ പോണേ? ശ്രീകാന്തിന് ഭയങ്കര ടെൻഷനായി. ഇവളുടെ നാക്കിൽ ലൈസൻസ് ഇല്ലാത്ത ഇവൾ എന്തും വിളിച്ചു പറയാം അച്ഛന്റെ മുന്നിൽ വെച്ച്. അച്ഛന്റെ മുന്നിൽ താൻ നാണം കണ്ടുവരും. അതുകൊണ്ടൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വർഷം പറഞ്ഞു, അച്ഛാ, അമ്മേനെ എപ്പോഴാ അച്ഛൻ അവസാനം ആദ്യം കണ്ടേന്ന് ചോദിക്കുകയാണ്. ധീടൻ പറഞ്ഞു, അമ്മേനെ കണ്ടതോ? അമ്മേനെ കണ്ട് കുറച്ചു മുമ്പ് കണ്ടു. അമ്മ അങ്ങോട്ട് പോയെന്ന് പറയാണ്. ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു പറയും. അതല്ല അച്ഛാ, അച്ഛൻ അമ്മേനെ ആദ്യമായിട്ട് കണ്ടേ. ഓ, ആദ്യമായിട്ട് കണ്ടേ, പെണ്ണ് കാണാൻ വന്നായിരിക്കും ഉദ്ദേശിച്ചല്ലേ. ആ തീയതിയൊക്കെ ഓർമ്മയുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം അച്ഛനിപ്പോ ഓർത്തിരിക്കുക. വേറെ പണിയൊന്നുമില്ല അച്ഛന്. ഇവൾക്ക് ഭ്രാന്ത എന്റെ അച്ഛ. അച്ഛൻ ഇന്നത്തൊന്നും വീണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അത് ഞാൻ ഓർക്കുന്നുണ്ട്. 1989 മാർച്ച് 12 എന്ന് പറയാണ്. അച്ഛൻ ആള് കൊള്ളാലോ. അച്ഛൻ ഇപ്പോഴും ഡേറ്റ് ഒക്കെ ഓർത്ത് വെക്കുന്നുണ്ടോ? അതെ അതെ, അന്നൊരു റെഡ് കളർ സാരിയൊക്കെ എടുത്ത നിന്റെ അമ്മ കുറെ വളയൊക്കെ ഇട്ട് തലേ കുറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ച് വന്ന് എപ്പോഴും എന്റെ മനസ്സിലുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും വർഷ ദേഷ്യത്തോടെ സുധീനെ നോക്കണം. 1989 നടന്ന കാര്യം ഓർക്കണം. ഇപ്പോഴും ആ ഡേറ്റ് സഹിതം രവീന്ദ്രൻ ഇങ്ങനെ ഓർത്തു വെച്ചിരിക്കുക. പെട്ടെന്ന് വർഷ പറഞ്ഞു, കണ്ടില്ലേ, ഇത്രയും പ്രായമുള്ള അച്ഛൻ വരെ അത് ഓർമ്മ വെച്ചിട്ടുണ്ട്. അമ്മേനെ ആദ്യമായിട്ട് കണ്ടേ, എന്നിട്ടാണ് ഈ 1 വർഷം ആയ ശ്രീകാന്ത് അത് മറന്നു എന്ന് പറയാം. നിനക്കിട്ടേം വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട്, അമ്മ ഒരു കാര്യം ചോദിച്ചിട്ടേ നിൽക്കും. എന്താ? അമ്മ അച്ഛനെ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാ? ആർക്കറിയാം, ഇതൊക്കെ ആരോർത്തിരിക്കുന്നു. എന്തിന്? കണ്ടതും നിന്നതും എല്ലാം കണക്കാന്ന് പറയണ. അല്ല എന്താ മോളെ, എന്താ കാര്യം എന്താന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മേനെ അച്ഛൻ കണ്ട ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് അച്ഛൻ ഓർത്ത് വെക്കുന്നുണ്ട്. ഡേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് ഓർമ്മയില്ലല്ലേ എന്ന് ചോദിക്കണം. ഒരു നിമിഷം ചന്ദ്രമതിയിലൊരു ഞെട്ടലുണ്ടായി. ചന്ദ്രമതി ചോദിച്ചു, അല്ല രവിയണ്ണ അങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കുക. പിന്നെ അച്ഛൻ ഡേറ്റ് സാധ്യം കൃത്യമായിട്ട് പറഞ്ഞെന്ന് ശ്രീകാന്ത് പറയണേ. അത് കൊള്ളാലോ. ഇത് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി എന്തിനാ ഇതൊക്കെ അന്വേഷിക്കണം നിൽക്കും. ഒന്നുമില്ലാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അപ്പൊ ചന്ദ്രമതി ചിന്തിച്ചു, അപ്പൊ ഇത്രയും കാലം ആ ഡേറ്റൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തന്നോട് അധികം അത്ര ഇഷ്ടമുള്ളതായിട്ടല്ലേ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിരിക്കുന്നേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ അറിയാതൊരു മുഖത്തൊരു നാണവും ചമ്മലും ഒക്കെ വന്നു. പിന്നീട് ഹാളിലേക്ക് പോവാണ് ചന്ദ്രമതി. ഈ സമയത്ത് വർഷ ശ്രീകാന്ത് കൂടെ നേരെ പോയത് ശ്രുതിയുടെ അടുത്തേക്കാ. ശ്രുതിയുടെ അടുത്തേക്ക് ചോദിച്ചു, അല്ല ശ്രുതി ആദ്യമായിട്ട് എന്നാണ് ശ്രീകാന്തിനെ അല്ല ശ്രുതിനെ കണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടോ ഒന്ന് ആലോചിച്ചിട്ട് ഡേറ്റ് പറയുവാണ്. അപ്പൊ ഇവളും ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നുണ്ട് എന്നൊരു ചിന്തയായിരുന്നു ശ്രീകാന്തിന്റെ മനസ്സിലേക്ക് വന്നേ. ദൈവമേ, ഇത് മതി, ഇനി ഇവള് തന്നെ പഞ്ഞിക്കിടും. അവസാനം ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ശ്രുതിയുടെ അടുത്ത് ശ്രുതിയും പറഞ്ഞു, ഞാൻ ആദ്യം ശ്രുതിനെ കണ്ട ഒരു പച്ചച്ചുരിദാറൊക്കെ ഇട്ടോണ്ടാന്ന്. അപ്പൊ എല്ലാവർക്കും അവനെന്റെ ഭാര്യമാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. കേട്ടില്ലേ? നിനക്ക് മാത്രം ഇതൊന്നും അറിയത്തില്ല അല്ല ശ്രീകാന്തിനെ ചോദിക്കുക. അല്ല അത് പിന്നെ എനിക്ക് ഓർമ്മ കിട്ടിയില്ലെന്ന് പറയും. നിനക്ക് ഓർമ്മ കിട്ടില്ല, എനിക്കറിയാം നിനക്ക് ഓർമ്മ കിട്ടില്ലെന്ന്. കാണിച്ചു തരാന്ന് പറയണം നിന്നെ. പിന്നീട് അങ്ങോട്ട് വരുന്ന സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. ചന്ദ്രമതി ഹാളിലേക്ക് വന്ന് രവീന്ദ്രനോട് ചോദിച്ചു, അതെ
ചായ വേണമെന്ന് പറഞ്ഞിട്ടോ. ചായ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറയണ. ഇപ്പൊ തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞങ്ങോട്ട് ചന്ദ്രമതി അങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു, ഓഹോ അന്നത്തെ കണ്ട പോലെ തന്നെ, അന്നത്തെ കണ്ട അതേ ചിരി, അതേ നടത്തം എന്നൊക്കെ പറഞ്ഞു രവീന്ദ്രൻ ഇങ്ങനെ നോക്കുവാണ് ചന്ദ്രമതിനെ. ചന്ദ്രമതി അത് കേട്ടു. കാരണം മുമ്പ് ആദ്യമായിട്ട് ചന്ദ്രമതിയെ കണ്ട എന്നാന്ന് രവീന്ദ്രനോട് ചോദിച്ചപ്പോ രവീന്ദ്രന്റെ മനസ്സിൽ ആ പഴയ ഓർമ്മകളൊക്കെ കടന്നു വന്നു. ആദ്യമായിട്ട് ചന്ദ്രമതിനെ കണ്ടതും പിന്നെ ആ ചിന്തകളൊക്കെ കൂടി രവീന്ദ്രൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഓർത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തും വർഷയിലൂടെ വന്ന് അവർ നോക്കിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ അച്ഛനിങ്ങനെ ആലോചിച്ച് സ്വയമേ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വന്നത്. ചന്ദ്രമതി വന്നിട്ട് കോഫി കൊണ്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റിയിട്ട് ഇങ്ങനെ രവീന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. അവർ കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 18 വയസ്സുള്ള പയ്യനും ഒരു പെൺകുട്ടികളും നോക്കുന്ന നോട്ടം പോലെ ഉണ്ട്. ആ പണ്ട് ആദ്യം കണ്ട അതേ രീതി തന്നെ അവർ തമ്മിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു, മതി നോക്കി വായി നോക്കി ഇങ്ങോട്ട് വാ, അവരുടെ പ്രണയസല്ലാപത്തിൽ കല്ലേടിയാകാൻ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവാ. നാണമില്ലാത്ത കണ്ടില്ലേ, ഇത്ര പ്രായമായ അച്ഛനും അമ്മയ്ക്കും വരെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ ഒരാൾക്ക് മാത്രം, എന്റെ ഭർത്താവിന് മാത്രം അത് അറിയില്ലെന്ന് പറയാം. അയ്യോ, ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കു വർഷയെന്ന് പറയണം. എന്ത് ക്ഷമിക്കാൻ, പിന്നെ ഞാൻ ക്ഷമിക്കൊന്നും ഇല്ലെന്ന് പറയാം. ഇത് കേട്ടോ ശ്രീകാന്ത് പറഞ്ഞു, പ്ലീസ് ഞാൻ പറയുന്നത് അനുസരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്നെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടാവുന്ന ചോദിക്കും. കൊണ്ടാവും. അത് മാത്രമല്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട്. എന്താ, ഇവിടുന്ന് എൻ്റെ അവിടെ വരെ, ഞാൻ ജോലി സ്ഥലത്ത് വരെ സൈക്കിളിൽ എന്നെ കൊണ്ടുപോകണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത്, സൈക്കിളെ കൊണ്ടുപോകാനാ? സൈക്കിൾ ചവിട്ടി നിന്നെ ഇരുത്തിക്കൊണ്ട് പോകാനാ? പണ്ടത്തെ പോലെ ഒന്നുമല്ല, നിനക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, എന്നെ സൈക്കിളിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊരു പണിഷ്മെന്റ് ആന്ന് പറയണം. അവസാനം അവന് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു. സൈക്കിളില്ലെങ്കിൽ സൈക്കിള്, എന്തിനാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറയണം. പിന്നീട് പതിവ് പോലെ തന്നെ സച്ചി വണ്ടി ഓടിക്കാനായിട്ട് വരുവാണ്. വണ്ടി ഓടിക്കാനായിട്ട് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും എല്ലാവരുടെ മുഖം കടന്നല കുത്തിയോളം ഇരിപ്പുണ്ട്. എന്താടാ ഇതെന്ത് പറ്റി, എല്ലാവരുടെ മുഖം എന്താ വീർത്തിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണം. അപ്പത്തേനും മഹേഷ് വന്നിട്ട് പറഞ്ഞു, അതെ ആ പലിശക്കാരൻ ആന്റണി വന്നിട്ടുണ്ടായിരുന്നു പറയണ ഇവിടെ. അവനോ? എന്നിട്ടോ? അവൻ ഇവരുടെ ഫുൾ എമൗണ്ട് മൊത്തം ചോദിച്ചെന്ന് പറയാം. ഫുൾ എമൗണ്ടോ? അതെ, ഫുൾ എമൗണ്ട് കൊടുക്കണം, 3 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടോ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, സച്ചി നിനക്ക് ഇതിനെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ കാരണം ഇപ്പൊ ഞങ്ങൾ പ്രതിസന്ധിയിലായേക്കുന്നേ, കണ്ടില്ലേ? എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തുക. ഞങ്ങൾ ആ പണം നാണം കിട്ടിയിരിക്കുക. ഇനി എങ്ങനെ പൈസ കൊടുക്കുമെന്ന് അറിയത്തില്ല. ഈ 3 ദിവസത്തിനുണ്ടെങ്കിൽ 10, 75,000, 80,000, 1,00,000 രൂപ കൊടുക്കാനുള്ളവരുണ്ട്. ഇതൊക്കെ ഞങ്ങളൊക്കെ എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് സച്ചിയോട് ചോദിക്കാം. നീ ആ അടിപിടി ഉണ്ടാക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ല ഞങ്ങൾക്ക് സംഭവിക്കാരെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ആപ്പടെ സങ്കടം വന്നു. പെട്ടെന്ന് മകേഷ് അവരുടെ എന്നിട്ട് പറഞ്ഞു, നീയൊക്കെ എന്തൊക്കെയാടെ പറയണേ, ഒന്നും മിണ്ടായിരിക്കുക. സച്ചി നീ അന്ന് കാര്യമായിട്ട് എടുക്കണ്ട. മഹേഷ കാര്യം എന്താന്ന് പറയടാ. അതുവിന്റെ ആന്റണി വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്, പൈസ കൊടുക്കണമെന്നും പറഞ്ഞ. എങ്ങനെ കൊടുക്കുന്ന ഇവിടെ ആർക്കും അറിയത്തില്ല എന്ന് പറയാം. ഇത് കേട്ട സച്ചി ഒന്ന് ആലോചിച്ചു. സച്ചി പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരുത്തം പറഞ്ഞു, കണ്ടില്ലേ അവൻ വന്നിട്ട് ഒന്നും മിണ്ടാതെ ഒരു അക്ഷരം പോലും പോയി മിണ്ടാതെ പോയത് കണ്ടോ? അപ്പം നമ്മളാരാ ഇപ്പം? നമ്മൾ ഒരു ശശിയായി പോയില്ലേ എന്ന് ചോദിക്കാം. അവൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയാം. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മഹേഷിന് സങ്കടമായിപ്പോയി. മഹേഷിനെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം സച്ചിയുടെ മനസ്സ് വേദനിച്ച മഹേഷിനും വിഷമാവും. മഹേഷ് പറഞ്ഞടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവദോഷം കിട്ടും. നമുക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവനല്ലേ ഓടി വന്ന് നമ്മളെ ആദ്യം കെയർ ചെയ്യുന്നേ. അത് നിങ്ങളൊന്നും മറന്നു പോലെന്ന് പറയണം. അതൊക്കെ അറിയാളിയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൈസക്ക് പൈസ തന്നെ വേണ്ടേ? അയാൾക്ക് ആ പലിശക്കാരന് പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? വന്ന് നമ്മുടെ കാർ എടുത്തോണ്ട് പോകത്തില്ലേ? അതൊന്ന് ചിന്തിച്ചു നോക്കി. പിന്നെ നമ്മൾ എങ്ങനെ കുടുംബം കൊടുത്തെന്ന് പറ എന്നൊക്കെ പറയാം. അത് കേട്ടപ്പോൾ മഹേഷും തോന്നി ശരിയായിരിക്കുമെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് മഹേഷൻ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.